നമസ്കാരം. മലയാളികളുടെ മനസ്സിൽ എന്നും സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധായകനാണ് വിനയൻ. വിനയനെ സംബന്ധിച്ച് പല ഹിറ്റ് സിനിമകളും അതോടൊപ്പം തന്നെ നിരവധി നടീനടന്മാരെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടെല്ലാം ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പൊ പൃഥ്വിരാജിനെ സത്യം സിനിമയിലൂടെ ശ്രദ്ധേയമാക്കിയ സാഹചര്യമൊക്കെ കണ്ടതാണ്. അപ്പോൾ ഈ പൃഥ്വിരാജിന്റെ ഒക്കെ കടന്നുവരവിനോട് താല്പര്യക്കുറവുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനകൾ ഇതിനു മുന്നും വന്നിട്ടുണ്ട്. പൃഥ്വിരാജിനെതിരെ തന്നെ പൃഥ്വിരാജ് കുറെ മുന്നോട്ട് പോയ സമയത്ത് പിന്നെ നമ്മളെയൊന്നും മൈൻഡ് ചെയ്യാത്ത അവസ്ഥയാണെന്നുള്ള രീതിയിലൊക്കെ ആരോപണങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണവുമായിട്ട് വിനയൻ വന്നിരിക്കുകയാണ്. അത് മലയാള സിനിമയിലെ ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ദിലീപ് വലിയ രീതിയിൽ തന്നെ വിനയനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വിനയൻ ഒരു കാലഹരണപ്പെട്ടു പോയിട്ടുള്ള ഒരു സംവിധായകനാണെന്നും സിനിമാ മേഖലയിൽ അദ്ദേഹത്തിനെ ഇനി വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് പല ആളുകളുമായിട്ട് സംസാരിക്കും, അതിനുവേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണെന്നും കൂട്ടത്തിൽ ദിലീപ് ഒരു ആനപ്പക മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണെന്നും, ആനപ്പക എന്ന് പറഞ്ഞാൽ ഏതെല്ലാം തരത്തിൽ അല്ലെങ്കിൽ ഒരു വിഷയം തനിക്ക് ഒരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അത് ഭാവിയിൽ മനസ്സിൽ വെച്ചുകൊണ്ട് അത് തീർക്കാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന വ്യക്തിയാണെന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ആ വിനയന്റെ വാക്കുകളിലേക്ക് എന്തായാലും നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് പോകാം. അത് അന്നാണ് എഗ്രിമെന്റ് ഉണ്ടായത്. ആ എഗ്രിമെന്റ് തന്നെയാണ് ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇന്ന് നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ആ എഗ്രിമെന്റ് ഇടേണ്ടി വന്നു എന്നുള്ളത് എന്നോടൊരു വലിയ പകയായിട്ട് അവർക്ക് വന്നു. പക്ഷെ ഞാനതെന്ന് പറഞ്ഞതും ഞാനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി എടുക്കുന്നു. ഞാനൊരു നിലപാടിൽ നിന്നു. എഗ്രിമെന്റ് വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു, എഗ്രിമെന്റ് വേണമെന്ന് പറഞ്ഞു. അവസാനം ആ ഇഷ്യൂയോടുകൂടി എഗ്രിമെന്റ് വന്നു. പക്ഷേ അത് ഇവരുടെ ഭാഗത്തു നിന്ന് അതൊരു വലിയ അത് കഴിഞ്ഞിട്ടാണ് ഈ മൈക്രോ ഫെഡറേഷൻ രൂപീകരണവും ദിലീപിനെതിരെയുള്ള ഈ പറയുന്ന സംഭവമൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ ഇവനെ വിട്ടാൽ പറ്റില്ല, വിജയ് പറഞ്ഞ വെച്ചാൽ ഇങ്ങനെ ഇവൻ പോയാൽ പറ്റില്ല, ഇവനെ മുന്നോട്ട് വിട്ടാൽ പ്രശ്നമാണെന്ന് കണ്ടിട്ടാണ് ഇവനെ ഒഴിവാക്കിയേക്കാം. അതിനുള്ള കാരണമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് എവിടെയോ ഒരു ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞൊരു ആനപ്പകയാണ് ഈ ചെറുപ്പക്കാരന് മനസ്സിൽ ഇങ്ങനെ ദേഷ്യം വെച്ചുകൊണ്ട് നടന്നയാളെ എങ്ങനെ തീർക്കാം. അത് തന്നെയാണെന്ന് തോന്നുന്നു അയാളുടെ ലൈഫിൽ അയാൾക്കുണ്ടായ ഇഷ്യൂവിനും ആ ആനപ്പക തന്നെയാണ് കാരണമെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോ ഇതുപോലെയാണ് നിലപാട്. ദിലീപ് അകപ്പെട്ടിട്ടുള്ള നടിയെ ആക്രമിച്ച കേസിലടക്കം ഇതുപോലെ മനസ്സിൽ വലിയ ഒരു ആനപ്പകയോട് കൂടിയ നടന്ന അതിന്റെ ഒരു പ്രത്യാഘാതമാണ്, അങ്ങനെ ചെയ്തതിന്റെ വിഷയമാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ നമ്മളെല്ലാവരും ദിലീപ് എന്ന് പറയുന്ന നടന് നേരെ ഇന്നും അല്ലെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയങ്ങൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ നിരന്തരമായിട്ട് വരുന്നത്. അപ്പോ കൂട്ടത്തിൽ പ്രധാനമായിട്ട് ദിലീപിനെതിരെ ആരോപണം ആരുന്നയിക്കുമ്പോഴും മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും തലമൂത്ത നേതൃത്വത്തിലുള്ള നടന്മാരാരും തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ദിലീപിനെതിരെ പരസ്യമായിട്ട് സംസാരിക്കുന്നില്ല, സംസാരിച്ചതായിട്ട് ആരും നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ല. അപ്പൊ പ്രധാനപ്പെട്ട വിഷയങ്ങളെ ഓരോന്നായിട്ട് നമ്മുടെ ഈ പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് ചർച്ചയാകുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം താൽക്കാലികമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ സംസാരിക്കുന്ന വിഷയം മാത്രമാണ്, ഇതിലൊന്നൊരു സത്യാവസ്ഥ ഇല്ല എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. കൂട്ടത്തിൽ അഖിൽ മാരാരിനെ പോലെയുള്ള ചില ആളുകൾ അവർ പരസ്യമായിട്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള നിലപാടുകൾ പറയുന്ന ആളുകളാണ്. അതിൽ അഖിൽ മാരാർക്ക് കൃത്യമായിട്ട് വളരെ ചിന്തിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പോലും നമ്മൾക്ക് കാണാൻ സാധിക്കും. അതിൽ അഖിൽ മാരാർ പറയുന്നുണ്ട്, ഒരു മീഡിയക്ക് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത് ദിലീപിനെതിരെ നിരന്തരമായിട്ട് ഗൂഢാലോചന നടത്തിയതിന്റെ ഒരു കാരണത്താലാണ് ഇതുപോലെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായതെന്നും ദിലീപിനെ ഒരു കാരണവശാലും ഈ ഒരു കേസിൽ ശിക്ഷിക്കപ്പെടാനുള്ള ഒരു തെളിവും ഇവിടെ ആർക്കും ലഭിച്ചിട്ടില്ല എന്നും കോടതിയിൽ നിന്ന് അദ്ദേഹം നിസ്സാരമായിട്ട് ഊരിപ്പോരുമെന്നും അല്ലെങ്കിൽ ഇത്രയും നാൾ അദ്ദേഹത്തെ വേട്ടയാടിയ ആളുകൾ പൂർണ്ണമായിട്ടും ദിലീപിനോട് മാപ്പ് പറയേണ്ടി വരും എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് അഖിൽ മാരാരിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. എന്താണെങ്കിൽ കോടതിയിലുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യം, ഇത്രയും വർഷങ്ങളായിട്ട് വിനയനെ പോലെയുള്ള ഒരു സംവിധായകൻ അദ്ദേഹം പരസ്യമായിട്ട് വന്ന് ആനപ്പക മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ദിലീപ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നിരന്തരമായിട്ട് ഓരോ ആരോപണങ്ങളായിട്ട് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് മലയാള സിനിമാ മേഖലയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് ഇരയായിട്ടുള്ള ആളുകളുടെ ഒരു രോക്ഷമായിട്ട് കാണാം, അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന സംവിധാനത്തെ തകർത്തുകൊണ്ട് പുതിയൊരു സംവിധാനം രൂപീകരിച്ചുകൊണ്ട് മലയാള സിനിമാ മേഖലയിൽ ഒരു വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ ഒരു പരിശ്രമമായിട്ട് വേണമെങ്കിലും കാണാം. നിരന്തരമായിട്ട് സ്ത്രീകൾ വന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇപ്പോ MLA മുകേഷിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ വരുന്നു. മുകേഷിനെ പറ്റിയിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു. സിദ്ദിഖിന് എതിരെയും അതുപോലെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു. സിദ്ദിഖ് രാജിവെക്കുന്നു.
മുകേഷ് അല്ലെങ്കിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് അടക്കമുള്ള പ്രതിഷേധം LDFന്റെ CPM സഖ്യകക്ഷിയായിട്ടുള്ള CPIയുടെ ഭാഗത്ത് നിന്ന് ആനി രാജയുടെ അടക്കം വയനാട്ടിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ ആനി രാജയുടെ ഭാഗത്ത് നടക്കം പരസ്യമായിട്ട് വരികയാണ്. ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ആ ഒരു ചുമതലയിൽ ഇരിക്കാനുള്ള അവകാശമില്ല എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുന്നു. സിദ്ദീഖ് ഉടൻ തന്നെ രാജിവെച്ചു, കൂട്ടത്തിൽ രഞ്ജിത്ത് രാജിവെച്ചു. അതോടൊപ്പം തന്നെ അമ്മയുടെ അടുത്ത പ്രസിഡന്റ് ആകാൻ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അടുത്ത ജനറൽ സെക്രട്ടറി ആയി സിദ്ദീഖിന്റെ സ്ഥാനത്തേക്ക് വരാൻ ഉണ്ടായിരുന്നത് ബാബുരാജ് ആയിരുന്നു. അപ്പൊ ബാബുരാജിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സാഹചര്യം നിന്നപ്പോൾ വീണ്ടും ബാബുരാജിനെതിരെയും ആരോപണം വന്നിരിക്കുന്നു. കൂട്ടത്തിൽ ഇതിൽ ഒരുപാട് ന്യായങ്ങൾ അല്ലെങ്കിൽ കുറെ സത്യാവസ്ഥകൾ അല്ലെങ്കിൽ ഇങ്ങനെയാണ് തന്റെ അഭിപ്രായം ഇങ്ങനെയാണെന്ന് പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ വന്ന പൃഥ്വിരാജിനെ സംബന്ധിച്ച് എന്താണ്, തന്റെ സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ നോക്കേണ്ടത്, സ്ത്രീകളുടെ സുരക്ഷിതത്വം കൃത്യമായിട്ട് സംരക്ഷിക്കേണ്ടത് നോക്കേണ്ടത് താനാണ്, അത് തന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലയിലേക്ക് പൃഥ്വിരാജ് പറഞ്ഞ് മുന്നോട്ട് പോവുകയും സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനം ഇല്ല, ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്റെ അനുഭവത്തിൽ തനിക്ക് തോന്നിയിട്ടുള്ളതാണ്. തനിക്ക് നേരെ അങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടെന്ന് താൻ വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തേത് മറ്റ് സ്ത്രീകൾക്ക് നേരെയോ മറ്റുള്ള ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് നേരെയോ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം അങ്ങനെ ഒരു ചിന്താഗതി അവർക്കുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ സിനിമാ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ തന്റെ ഒരു സംവിധാനത്തിന് കീഴിൽ ഞാൻ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് അതിലെ ആ സമയത്തുള്ള സ്ത്രീകളുടെ സുരക്ഷ പൂർണ്ണമായിട്ടും തന്റെ ഉത്തരവാദിത്തമാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞ് മണിക്കൂറുകൾക്കകം ഇതേ പൃഥ്വിരാജിന്റെ സിനിമയായിട്ടുള്ള ബ്രോഡ് ആഡിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു യുവനടിയെ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചു, അതുമായി സിനിമാ മേഖലയിലെ മറ്റൊരാൾ എന്നുള്ള രീതിയിലേക്കുള്ള ആരോപണങ്ങൾ കൂടി പൃഥ്വിരാജിന്റെ സിനിമക്കെതിരെ അല്ലെങ്കിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത അല്ലെങ്കിൽ പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിനിമയിൽ പോലും ഇങ്ങനെ ഒരു അവസ്ഥ, ഒരു പഴി കേൾക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നതടക്കം മൊത്തത്തെ എടുത്ത് നോക്കുമ്പോൾ മലയാള സിനിമാ മേഖലയിൽ ഇന്ന് ഇതുപോലെ ആരോപണം കേൾക്കാത്ത അല്ലെങ്കിൽ ആരോപണങ്ങൾ വരാത്ത രീതിയിലുള്ള ഒരു മേഖലയും ഇല്ല എന്ന് തന്നെ നമ്മൾക്ക് ബോധ്യപ്പെടും. അതിലൊരു തർക്കമില്ല. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നടക്കം ഏത് തരത്തിലുള്ള നിലപാടുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലും കഴിഞ്ഞ 4 വർഷമായിട്ട് പൂഴ്ത്തപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നും അതിപ്പോൾ ഒരു യാദൃശ്ചികമായിട്ട് പുറത്തേക്ക് വന്നതാണ് അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നടക്കമുള്ള ആരോപണങ്ങൾ ഇന്നിപ്പോൾ പുറത്തു വരികയാണ്. അതിന് നേതൃത്വം നൽകിയത് ദിലീപ് ആണെന്നും 2017 വരെ ഈ പവർ ഗ്രൂപ്പിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മലയാള സിനിമാ മേഖലയിൽ ആരഭിനയിക്കണം, ഏത് സിനിമ ഏത് ദിവസം ഇറങ്ങണം എന്നുള്ളതിനെ സംബന്ധിക്കുന്നതൊക്കെ തീരുമാനങ്ങൾ എടുത്തതും ഇവരാണ് അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരുന്നതും ഇവരാണെന്നുള്ള രീതിയിലേക്കുള്ള ആരോപണങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ ആരോപണങ്ങളുടെ ഒരു പടുകുഴിയിൽ പെട്ടുകൊണ്ട് നമ്മുടെ സിനിമാ മേഖല ഇന്ന് വലിയ രീതിയിൽ ഒരു തകർച്ചയുടെ വക്കിലാണെന്നുള്ളതിൽ 1% പോലും തർക്കമില്ലാത്ത കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. വിപിൻ ലാൽ, ഫസ്റ്റ് സ്പോർട്സ്.